അർജന്റീനയും ഇംഗ്ലണ്ടും ലോകകപ്പ് രണ്ടാം സെമിയിൽ മത്സരിക്കാനൊരുങ്ങുകയാണ്. വെറുമൊരു ഫുട്ബോൾ മത്സരത്തിനപ്പുറം പ്രതികാരത്തിന്റെയും പ്രതാപത്തിന്റെയും കഥ കൂടി പറയാനുണ്ട് അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ അരങ്ങേറാൻ പോകുന്ന മത്സരത്തിന്. ഓരോ അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടവും ഒരു മത്സരത്തെക്കാൾ ഉപരി വലിയൊരു കഥയാണ്. ആ ചരിത്രം പറയുകയാണെങ്കിൽ ഫുട്ബോളിൽ മഞ്ഞ ചുവപ്പ് കാർഡുകൾ കൊണ്ടുവരാനിടയാക്കിയ ചരിത്രം കൂടി പറഞ്ഞു തുടങ്ങണം. ആ കാർഡുകൾ വരുന്നത് 1966 ഇംഗ്ലണ്ട് ലോകകപ്പിൽ അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ക്വാർട്ടർ മത്സരത്തിൽ നിന്നാണ്. അവിടെ വലിയ തർക്കങ്ങൾ ഉണ്ടാകുന്നു. അർജന്റീനൻ ക്യാപ്റ്റൻ അന്റോണിയോ റാത്തിനോട് റഫറി പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെടുകയാണ്. നടന്നത് എന്താണ് എന്ന് വിശദീകരിക്കാൻ റാത്തിൻ മെനക്കെടുമ്പോൾ റഫറിക്ക് അത് മനസ്സിലാകുന്നില്ല. ഭാഷയാണ് പ്രശ്നം. റഫറി പറയുന്നത് റാത്തിനും മനസ്സിലാകുന്നില്ല. ആ ഭാഷ തടസ്സമാകാതിരിക്കാനാണ് ട്രാഫിക് സിഗ്നലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട കാർഡ് സമ്പ്രദായം ഫുട്ബോൾ മത്സരത്തിൽ കൊണ്ടുവരുന്നത്. അതുമാത്രമല്ല, ഈ കളത്തിനപ്പുറത്ത് കളത്തിനുള്ളിലെ വൈര്യം അല്ലെങ്കിൽ യുദ്ധം മാത്രമല്ല അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിലുള്ളത്, കളത്തിന് പുറത്തുമുണ്ട്. ആ ഒരു യുദ്ധത്തിന്റെ തുടക്കത്തിലാണ് അങ്ങനൊരു സംഭവം വരുന്നത്. അതായത് അർജന്റീനയും ഇംഗ്ലണ്ടും കായികപരമായി മാത്രമല്ല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കളിക്കളത്തിന്റെ ആ വെള്ളവരയ്ക്കപ്പുറത്ത് അർജന്റീനയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടിയത് ഫാക്ലാൻഡ് ദ്വീപുകളുടെ ആധിപത്യത്തിന് വേണ്ടിയാണ്. അന്ന് വിജയം ഇംഗ്ലണ്ടിനൊപ്പമായിരുന്നു. 1986 ആ യുദ്ധം നടന്നത്. അതേ വർഷം വീണ്ടും അർജന്റീനയും ഇംഗ്ലണ്ടും നേർക്കുനേർ വരുന്നുണ്ട് കളിക്കളത്തിൽ. ചരിത്രപരമായ ആ മത്സരം ഇന്നും ചർച്ചാ വിഷയമാണ്. ആ വിഷയത്തിന്റെ പേരുകൾ ദൈവത്തിന്റെ കൈയെന്നും നൂറ്റാണ്ടിന്റെ ഗോളെന്നുമാണ്. ആ ഗോളുകൾ പിറന്ന മത്സരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ 1986 ഫിഫ ലോകകപ്പിൽ അർജന്റീനയും ഇംഗ്ലണ്ടും നടക്കുന്ന ക്വാർട്ടർ ഫൈനൽ മത്സരം. അതിൽ 51-ാം മിനിറ്റിലാണ് അർജന്റീനയുടെ ഇതിഹാസ താരം ഡീഗോ മറഡോണ ആ വിവാദ ഗോൾ നേടുന്നത്. ദൈവത്തിന്റെ കൈ എന്ന് പിന്നീട് നമ്മളെല്ലാവരും വിശേഷിപ്പിക്കുന്ന ആ ഗോൾ പിറക്കുന്നത്. 1986 ജൂൺ 22 മെക്സിക്കോ സിറ്റിയിലെ അസ്റ്റിക്ക സ്റ്റേഡിയത്തിലാണ് ആ മത്സരം നടക്കുന്നത്. 51-ാം മിനിറ്റിലായിരുന്നു ആ ഗോള്. ഇംഗ്ലണ്ടിന്റെ ഗോൾ കീപ്പർ പീറ്റർ ഷിൽട്ടനെ മറികടന്ന് മറഡോണയുടെ കൈ തട്ടിയാണ് പന്ത് വലയിലെത്തുന്നത്. ഇത് കഴിഞ്ഞ് വെറും 4 മിനിറ്റുകൾക്ക് ശേഷം മറഡോണ ഇംഗ്ലണ്ടിന്റെ 5 ഡിഫൻഡർമാരെയും ഗോൾ കീപ്പറെയും വെട്ടിച്ച് ഏകദേശം 60 മീറ്ററോളം ഓടി ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ ഗോൾ നേടി. ഇതിനാണ് നമ്മൾ നൂറ്റാണ്ടിലെ ഗോൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ഇംഗ്ലണ്ടിനും അർജന്റീനയ്ക്കും ഇടയിലുണ്ടാകുമ്പോൾ ചരിത്രം ആരെയായിരിക്കും വിളിക്കുക? ലോകകപ്പിൽ അർജന്റീനയും ഇംഗ്ലണ്ടും 6 തവണയാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത്. ഇതിൽ 3 ജയങ്ങൾ അർജന്റീനയ്ക്കും 2 ജയങ്ങൾ ഇംഗ്ലണ്ടിനുമാണ്. 1 സമനില. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ വൈരങ്ങളിലൊന്നായ ഈ പോരാട്ടത്തിൽ കണക്കുകൾക്കപ്പുറം മാനസിക കരുത്തും സമ്മർദ്ദത്തെ അതിജീവിക്കാനുള്ള കഴിവുമായിരിക്കും നിർണായകമാകുക. നിലവിലെ ചാമ്പ്യന്മാർക്ക് തുടർച്ചയായ 2ാം ഫൈനൽ എന്ന സ്വപ്നമാണുള്ളത്. ഇംഗ്ലണ്ടിന് മുന്നിലാകട്ടെ 1966 ആദ്യ ലോകകപ്പ് ഫൈനൽ, അതിനുശേഷം വരുന്ന ആദ്യ ലോകകപ്പ് ഫൈനൽ എന്ന ലക്ഷ്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സെമി ഫൈനൽ വെറും ഒരു മത്സരമല്ല, തലമുറകളുടെ ഓർമ്മകളും ദേശത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അഭിമാനവും ഫുട്ബോൾ ചരിത്രവും അങ്ങനെ എല്ലാം കൊണ്ടും ഒത്തുചേരുന്ന ഒരു ചരിത്ര സംഭവ ബഹുലമായ വേദി കൂടിയാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇനി നടക്കാൻ പോകുന്ന മത്സരത്തിൽ ഭാഗ്യ ജേഴ്സിയായി അർജന്റീന കാണുന്നത് അവരുടെ 2ാം ജേഴ്സിയാണ്, എവേ ജേഴ്സി. അപ്പോൾ ആ ജേഴ്സി തുണയ്ക്കുമോ എന്നുള്ളൊരു കൗതുകം കൂടി കായിക പ്രേമികൾ കാത്തിരിക്കുന്നുണ്ട്. ഇംഗ്ലണ്ടിനെ തകർക്കാൻ ഭാഗ്യ ജേഴ്സിയായ കടും നീല എവേ കിറ്റുമായാണ് ഇത്തവണ അർജന്റീന ടീം ഇറങ്ങുന്നത്. അവരുടെ കബാല എന്നൊരു അന്ധവിശ്വാസം ചരിത്രപരമായ വിജയങ്ങളും ചേർത്ത് വയ്ക്കുന്ന ഈ ജേഴ്സി മാറ്റം ഇത്തവണ ബലം കാണുമോ എന്നാണ് കായിക പ്രേമികൾ കാത്തിരിക്കുന്നത്. അപ്പോൾ മത്സരത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഫഹീം ചമ്രവട്ടം കൂടി ചേരുന്നുണ്ട് ന്യൂസ് ഡീകോഡിനൊപ്പം. ഫഹീം, നമ്മൾ ഈ ചരിത്രങ്ങളൊക്കെ കണ്ടു, പല രീതിയിലുള്ള വൈരങ്ങൾ കണ്ടു. ആ വൈരത്തിനൊക്കെ ഒടുവിൽ ഇനി നടക്കാൻ പോകുന്ന മത്സരം മറ്റൊരു തരത്തിൽ ചരിത്രമാകാൻ പോവുകയാണ്. എങ്ങനെ വിലയിരുത്താൻ നടക്കാൻ പോകുന്ന മത്സരത്തെ? ആർക്കായിരിക്കും ഒരു മുൻതൂക്കം? വിനിഷ, ഏതായാലും നമ്മൾ കാത്തിരിക്കുകയാണ് സ്പാനിഷ് വമ്പന്മാർക്കെതിരെ പിന്നെ ആരായിരിക്കും ഫൈനലിൽ ബൂട്ട് കെട്ടുക എന്നുള്ളതിന് അറിയാൻ നമുക്ക് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇംഗ്ലണ്ട് ആയിരിക്കുമോ, അതോ യൂറോപ്യൻ കരുത്തരായ ഇംഗ്ലണ്ട് ആയിരിക്കുമോ, അതോ നിലവിലെ ചാമ്പ്യന്മാരും ലാറ്റിൻ അമേരിക്കൻ കരുത്തരുമായിട്ടുള്ള അർജന്റീനയാകുമോ എന്നുള്ളത് നമ്മുടെ മണിക്കൂറുകൾക്കകം ഇന്ന് 12:30 അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ, ഇന്ത്യൻ സമയം 12:30 അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആ ഒരു വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ നമുക്കതിലൊരു തീരുമാനത്തിലെത്താൻ കഴിയും. ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ടൂർണമെൻറ്റിലുടനീളം മികച്ച പെർഫോമൻസാണ് 2 ടീമുകളും പുറത്തെടുത്തിട്ടുള്ളത്. എന്നാൽ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ചാമ്പ്യന്മാർക്കൊത്ത പ്രകടനമായിരുന്നില്ല ഈ ടൂർണമെൻറ്റിൽ ഇതുവരെ എത്താൻ. ഈ സെമി ഫൈനൽ വരെ എത്തിയുള്ള പ്രകടനം എടുത്തു നോക്കിയാൽ നോക്കൌട്ട് റൗണ്ടിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ട ഒരു രീതിയിലാണ് അർജന്റീന ഇവിടെ എത്തിയത്. എന്നാൽ ഇംഗ്ലണ്ട് കുറേ കൂടി ആധികാരികമായിട്ട് തന്നെയാണ് സെമി ഫൈനലിൽ എത്തിയിട്ടുള്ളത്. ടീമിൻ്റെ കരുത്താണെങ്കിൽ തന്നെ നമുക്കറിയാം അർജന്റീന എന്ന്
എന്ന് പറയുന്ന ടീമിൻ്റെ നിയന്ത്രണം മൊത്തം കൺട്രോൾ ചെയ്യുന്നത് സാക്ഷാൽ ലയണൽ മെസ്സി എന്ന് പറയുന്ന ആ ഒരു ഐക്കണിൽ തന്നെയാണ്. ലയണൽ മെസ്സിയാണ് ഈ ടൂർണമെൻറ്റിലെ ഈ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളടിച്ച് പിന്നെ ഗോൾഡൻ ബൂട്ട് റേസിൽ ഒന്നാമതുള്ള താരങ്ങളിൽ ഒരാളാണ് ലയണൽ മെസ്സി. 8 ഗോളുകളാണ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ളത്. അപ്പുറത്ത് ഒട്ടും മോശമില്ലാത്ത കരുത്തരായ ഒരു നിര തന്നെയാണ് അവർക്കുള്ളത്. ലോകത്തെ തന്നെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളായ ഹാരി കെയ്നാണ് അവരെ ചുക്കാൻ പിടിക്കുന്നത്. ഹാരി കെയ്ൻ്റെ നേതൃത്വത്തിലാണ് ഇംഗ്ലണ്ട് ഇറങ്ങുന്നത്. അദ്ദേഹം ഇതിനകം ലോകകപ്പിൽ 6 ഗോളുകൾ അടിച്ച് അദ്ദേഹം മുന്നോട്ട് ഗോൾഡൻ ബൂട്ട് റേസിൽ മെസ്സിക്ക് തൊട്ടുപിറകിൽ ഉണ്ട് താനും. ഇനി ആ ടീമിലേക്ക് തന്നെ വന്നാൽ ഹാരി കെയ്ന് തൊട്ടുപിറകിലായിട്ട് ടീമിനെ നയിക്കുന്നത് ജൂഡ് ബെല്ലിംഗ്ഹാമിൻ്റെ ഒരു കരുത്ത് തന്നെയാണ്. കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം നമ്മൾ കണ്ടത് ബെല്ലിംഗ്ഹാമിൻ്റെ പ്രകടനത്തിൻ്റെ പുറത്താണ് ഇംഗ്ലണ്ട് ഈ സെമി ഫൈനലിലേക്ക് എത്തിച്ചേരുന്നത്. ഈ മത്സരത്തിൽ ഈ ബുക്കായോ സാക്കയും ബെല്ലിംഗ്ഹാം, ഹാരി കെയ്ൻ ഉൾപ്പെടുന്ന ഇവരുടെ ഈ മുന്നേറ്റ നിര തന്നെയായിരിക്കും ഏറ്റവും വലിയ ഒരു കരുത്ത് എന്ന് പറയുന്നത്. അർജന്റീനയെ നേരിടാൻ കൗണ്ടർ അറ്റാക്കുകളായിരിക്കും ഇവർ കരുതി വെച്ചിട്ടുണ്ടാവുക എന്നാണ് കരുതുന്നത്. അർജന്റീനയാകട്ടെ പന്ത് കൈവശം വെച്ച് കളിക്കാനുള്ള ശ്രമം തന്നെയായിരിക്കും. വളരെ ടാക്ടിക്സ് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ അർജന്റീനയ്ക്ക് കഴിയും. കാരണം കേപ്പർഡക്കെതിരെയോ അല്ലെങ്കിൽ മറ്റുള്ള സ്വിറ്റ്സർലാൻഡിനെതിരെയോ അല്ലെങ്കിൽ ഈജിപ്തിനെതിരെയോ കളിച്ച കളി ആയിരിക്കില്ല ഒരുപക്ഷെ അർജന്റീന വമ്പന്മാരെ നേരിടുമ്പോൾ അവരുടെ ടാക്ടിക്സിലൊക്കെ മാറ്റം വരുത്താനുള്ള സാധ്യതയുണ്ട്. ഇതിനെ മത്സരത്തിലേക്ക് നേരത്തെ ഇതിൻ്റെ ചരിത്രത്തിലേക്കൊക്കെ വിനിഷ എടുത്തു പോയിട്ടുണ്ട്. ലോകകപ്പിൽ ഇതുവരെ 5 മത്സരങ്ങളിലാണ് അവർ ഏറ്റുമുട്ടിയിട്ടുള്ളത്. 1962, 66, 84, 98, 2002 ഈ ലോകകപ്പിലാണ് അവർ ഏറ്റുമുട്ടിയിട്ടുള്ളത്. അത് മൂന്ന് ജയം ഇംഗ്ലണ്ടിനൊപ്പമായിരുന്നു. എന്നാൽ 2 ജയം മാത്രമേ അർജന്റീനക്കായിട്ടുള്ളൂ. ഈ ചരിത്രത്തിലേക്ക് ഇനി കടക്കുന്നില്ല, കാരണം ചരിത്രം ഇതൊക്കെ നിഷ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും അങ്ങനെ പല ചരിത്രങ്ങളുമുണ്ട് ഇംഗ്ലണ്ടിനും അർജന്റീനയ്ക്കും ഇടയിൽ. ഇത്തവണ കപ്പ് ആര് നേടും, ആർക്കാർക്കും ഫൈനലിലേക്കുള്ള ടിക്കറ്റ് എന്ന് അല്പസമയത്തിനകം മണിക്കൂറുകൾക്ക് തന്നെ നമുക്കറിയാം.